നമസ്കാരം. എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. വികസനങ്ങൾ എപ്പോഴും ജന നന്മയ്ക്ക് വേണ്ടിയാകണം. അല്ലാത്ത വികസനങ്ങളെ പുറംകാല് കൊണ്ട് അടിച്ചാണ് നമുക്ക് ശീലം. ഇപ്പോൾ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ദേശീയപാത 66-ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണക്കാർ, റോഡ് യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ റോഡിൽ ഇന്ന് നമ്മളെപ്പോലുള്ള ഒരു സാധാരണ ബൈക്ക് യാത്രികനാകാം, കാർ യാത്രികനാകാം നേരിടേണ്ടി വരുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ? ജോയി. ധാരാളം ദുരിതങ്ങളുണ്ട്. ഞാനിപ്പോൾ ബൈക്ക് യാത്രക്കാരനാണ്, കാർ യാത്രക്കാരനാണ്, അതെ, നമ്മുടെ KSRTC ബസ്സിലും യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കണം. ദേശീയപാത വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാൾക്ക് നാളുള്ള ഒരു ആഗ്രഹമായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡ് വികസനം. അതെ, ഏകദേശം 8 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചാൽ 8 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താം എന്നതായിരുന്നു ഇതിൻ്റെ ഒരു സ്വപ്നം. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ 7 മണിക്കൂറും 55 മിനിറ്റ് കൊണ്ട് കാസർഗോഡ് എത്തും. 8 മണിക്കൂർ കൊണ്ട് റോഡ് മാർഗം കാസർഗോഡ് എത്താമെന്നായിരുന്നു കണക്ക്. ഇപ്പോൾ റോഡ് വികസനം നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് റോഡ് മാർഗം എത്തണമെങ്കിൽ മുമ്പ് 1.25 മണിക്കൂറൊക്കെ മതിയായിരുന്നു. ഇപ്പോൾ ഒരു 3-3.5 മണിക്കൂറൊക്കെ എടുക്കും. യാത്ര ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ആ സംഭവം. ഇനി കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളി വരെ മുമ്പ് ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ എത്താമായിരുന്നു. ഇപ്പോഴത് 1 മണിക്കൂർ വേണം. അതെ, ബസ്സിനകത്ത് ഇരുന്ന് വരുന്നവർക്കറിയാം നിന്ന് വരുന്നതാണോ സുഖം, ഇരുന്ന് വരുന്നതാണോ സുഖമെന്നൊക്കെ. നടുവൊടിയും. 2 വീലറിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് വരണം, വന്നാൽ വന്നു, തിരികെ എത്തുമോ എന്നത് ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്നു അവസ്ഥ. തിരികെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയിൽ ജനാർദ്ദനൻ്റെ ഒരു വേഷമുണ്ടല്ലോ. ഫ്രണ്ട്സ് സിനിമയിൽ ജനാർദ്ദൻ്റെ ദേഹത്തേക്ക് ഈ പൊടി വന്നിട്ട് ഈ കുമ്മായ പൊടിക്കകത്ത് മുങ്ങിയിട്ട് ജനാർദ്ദൻ എഴുന്നേറ്റ് നിന്ന് കുടയുന്നൊരു കുടച്ചിലുണ്ട്. ഇതേ അവസ്ഥയിലാണ് നമ്മൾ 2 വീലറിൽ ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചെത്തിയാൽ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. വീട്ടിൽ കുടഞ്ഞിട്ട് കളഞ്ഞിട്ടേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. മഴയാണെങ്കിൽ ആകെ അവതാളമാണ്. റോഡ് മുഴുവൻ ചെളി കുളങ്ങളാണ്. ഇനി വേനൽക്കാലമാണെങ്കിൽ പൊടിയാണ്, ഭീകര പൊടിയാണ്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ 20 റീച്ചുകളിൽ 16 റീച്ചുകളുടെയും കരാറൊക്കെ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 20 റീച്ചുകളുടെയും കരാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകണം. കരാറുകാർ ഉത്തരേന്ത്യക്കാർ ആണ് അല്ലെങ്കിൽ വേറെ ആളുകളാണ് പണി നടത്തുന്നത് എന്നൊക്കെ ആയിരുന്നു പൊതുവേ ഉള്ള ധാരണ. അങ്ങനല്ല. എന്നാൽ ചില ഇടങ്ങളിൽ മാത്രമാണ് പുറമേ നിന്നുള്ള കരാറുകാർ. ബാക്കിയൊക്കെ മലയാളം അറിയാവുന്നവരും കേരളവുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ്. ഊരാളുങ്കൽ പോലുള്ള കരാർ കമ്പനിയൊക്കെ തന്നെയാണ്, മേഘ ഇൻഡസ്ട്രീസ്, അതുപോലെ ആളുകളൊക്കെ തന്നെയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. മുമ്പാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മുതൽ ഏകദേശം എൻഡ് വരെ കന്യാകുമാരി അടുപ്പിച്ച് വരെ റോഡിൻ്റെ ജോലി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ കൊല്ലത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു വശം റോഡിന് ഒരു വശം ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് സർവീസ് നടത്താം. എന്നാൽ കൊല്ലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ നടക്കുന്നത് പറഞ്ഞാൽ 2 ഭാഗത്തും ഒരേ സമയത്ത് ജോലി നടക്കും. എന്നിട്ട് റോഡിൻ്റെ മധ്യഭാഗത്ത് എസ് മാതൃകയിലൊക്കെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ ചവറ ഭാഗത്തൊക്കെ, അതായത് നമ്മുടെ KMML-ന്റെ മുന്നിലൂടെയൊക്കെ ബസ് പോകുന്നത് കാണണം. ഏത് വഴിയിൽ കൂടെയാണ് ബസ് പോകേണ്ടതെന്ന് ഡ്രൈവറിനും അറിയില്ല. ഇനിയിപ്പോൾ 2 വീലറുകാരനാണെങ്കിൽ ഒട്ടുമേ അറിയില്ല. ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രധാന റോഡിലെത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് നോക്കുമ്പോൾ റോഡിനകത്ത് വെള്ളക്കെട്ടാണ്. കാരണം കനാലുകൾ, അതായത് നമ്മുടെ സ്വാഭാവിക കനാലുകളുണ്ട്. ഈ വെള്ളം പ്രധാനപ്പെട്ട പാടശേഖരങ്ങളിൽ നിന്നോ പാടങ്ങളിൽ നിന്നോ ഒഴുകി കായലിലേക്കും അല്ല പുഴകളിലേക്കും ഒക്കെ എത്തുന്ന ചെറിയ ചെറിയ കനാലുകളുണ്ട്. ഈ കനാലുകളൊക്കെ ഇവരെന്ത് ചെയ്തു? കോൺക്രീറ്റ് വെച്ച് അടച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ മഴക്കാലമായപ്പോൾ ഈ എക്സ്കവേറ്റർ കൊണ്ടുവച്ച് പൊളിക്കുകയാണ്. ഇതൊക്കെ പൊളിച്ചിട്ട് പിന്നെ ഒന്നേന്ന് കനാല് കെട്ടുന്നത്. നമുക്കറിയാം. ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം. ഈ ഓട്ടോ തൊഴിലാളികളുണ്ട്, അതുപോലെ 2 വീലറിൽ പോകുന്ന ആളുകളുണ്ട്. അവരുടെ അഭിപ്രായം കേട്ട് നോക്കാം. അപ്പോൾ അവർക്ക് ധാരാളം പറയാനുണ്ട് ഇക്കാര്യത്തിൽ. നാട്ടുകാർക്കാണ് ഇതിനകത്ത് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധ മാറും. പിന്നെ സർക്കാർ കൊടുത്ത കാശിൻ്റെ കണക്കൊക്കെ നമുക്ക് പറയാം. അതെ, യാത്രക്കാർക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാനും വലിയ ബുദ്ധിമുട്ടുകളാണ്. യാത്രക്കാർ വന്ന ഇവിടെ ഞങ്ങൾ വാഹനങ്ങൾ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ട് കൂടുന്നത്. വെള്ളം വന്ന വെള്ളം ഫുള്ളായിട്ട് ഇവിടെ കെട്ടിക്കിടക്കുക.
അതിൽ ഇവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് പോകുന്നത്. ഒരു വിധത്തിൽ അവർക്ക് പരാതികൾ കണ്ടിന്യൂ ആയിട്ട് പരാതി കൊടുത്താലും അതിൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞാൽ അവർക്കൊരു ഉദാസീനത പോലെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഉപജീവന മാർഗം വരെ തടസ്സപ്പെട്ട രീതിയിലാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലാണ് ജീവിക്കുന്നത്. വണ്ടി വന്നാൽ എവിടെ ഇടണമെന്ന് അങ്ങനെയുള്ള രീതിയിലൊന്നുമില്ല. ഈ വാഹനങ്ങൾ വന്ന് ഇടിച്ചാൽ തന്നെ നമ്മുടെ എങ്ങനെ പോകണം? വെളുപ്പം കാലത്തൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത്. ഞങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങളിൽ അങ്ങേയറ്റത്തെ ഇതായിട്ട് ഒരു വല്ലാത്ത ഒരു മോശമായിട്ടുള്ള സ്ഥിതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഉദ്യോഗസ്ഥരെ വിളിച്ച് പല രീതിയിലും പറഞ്ഞു. അവർ ഇങ്ങോട്ട് വരും, 4 കുഴിയെടുക്കും, കുറച്ച് വെള്ളം ഒഴുകി പോവും, വീണ്ടും കുഴി അടയ്ക്കും, വീണ്ടും കുറച്ച് പോവും. ഇപ്പം തന്നെ ഇത് കണ്ട് ഇതിനകത്ത് വല്ലവരും വന്ന അപകടങ്ങൾ പെട്ട് ഈ വാഹനങ്ങൾ വന്ന് അതിനകത്ത് പോയാൽ എന്ത് കൊടുക്കും? ഒരു സ്റ്റുഡിയോ വരാൻ, ഒരു മിൽമ ബൂത്തിലുള്ള ഒരു പാല് വാങ്ങിക്കാൻ പോലും വരാനൊക്കാത്ത ദുർഘടമായുള്ള ഒരു സ്ഥിതിയിലാണ് ഇവരുടെ റോഡ് പണി. ഇതുപോലെ ഇവന്മാർ വെറും ഒരു നീചമായിട്ടുള്ള സ്ഥിതിയിലാണ് ജനങ്ങളെ കാണുന്നത് പോലും. അല്ലാതെ നമുക്കിത് ഞങ്ങളിത് എങ്ങനെ ജീവിക്കുമെന്ന് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം കൊണ്ടും കൂടിയല്ലേ. ഇവിടെ ഒരു യാത്രക്കാർ വന്ന് അവർക്ക് നിന്ന് ഇത് രാത്രി ഒരു ലൈറ്റ് പോലും ഇല്ല. അത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്ക് പരാതി കൊടുത്തിട്ട് പോലും അവരുടെ ലൈറ്റിന് ഒരു ഇതാണ്ട് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരുത്തിന് ഈ റോഡ് എവിടെയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. രാത്രി കാലങ്ങളിൽ വന്ന് ഒരു റിഫ്ലക്റ്റ് വന്ന് ഇങ്ങനെ റിഫ്ലക്റ്റ് മാത്രം കാണിച്ചാൽ മതിയോ? ഈ വാഹനങ്ങൾ വന്ന് എങ്ങനെ തിരിയുമെന്ന് പറയും. ഇത്തരക്കാർക്ക് തന്നെ ക്രോസ് ചെയ്യാൻ വല്ല അതീവമായുള്ള ബുദ്ധിമുട്ടുകളിലാട്ടോ ക്രോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ അതിൻ്റെ മേൽ നടപടികൾ ഉദ്യോഗസ്ഥരെ അറിയിച്ച് അങ്ങനെയുള്ളൊരു സംരംഭത്തിലോട്ട് കടക്കേണ്ട നമുക്ക് ദയനീയമായി ഞങ്ങൾ പറയുക. അല്ല, ഈ പിന്നെ കേരളത്തിൽ ആദ്യം റോഡ് പണി തുടങ്ങി ഇവിടെ ഒന്നും ആയില്ല. ബാക്കി എല്ലാ ഭാഗങ്ങളും ഭാഗമായി. ആദ്യമായിട്ട് റോഡ് പണി തുടങ്ങിയത് ഇവിടെ. ഇതുവരെ ഇതൊന്നും ആയില്ല. അവരുടെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ഇപ്പം ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല. വണ്ടിക്ക് മൊത്തം വണ്ടി റോഡിൽ കൂടെ ഓടിക്കാൻ ഒക്കത്തില്ല. ഹൈവേ കയറാനേ പറ്റത്തില്ല. ഹൈവേ കൂടെ എങ്ങും പോകാനൊക്കത്തില്ല. ഒരു ഓട്ടം വിളിച്ചാൽ സന്ധ്യ കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. മൊത്തം കുഴിയല്ലേ. ഇതൊക്കെയാണ് അപ്പോൾ ഈ റോഡ് വശങ്ങളിലുള്ള യാത്രക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊക്കെ പറയാനുള്ളത്. ഇനിയും ഇതിനൊരു വലിയ വിപുലമായ കണക്കെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഏകദേശം 5581 കോടി രൂപയോളം ഇതുവരെ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 5800 ചില്ലാനം കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുപ്പിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ 25% എന്നുള്ള നിലയിൽ കൊടുക്കേണ്ടത്. എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഈ തുക വിനിയോഗിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് ജോഷി? അതായത് ആദ്യമേ തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ദേശീയപാത 66 കാര്യത്തിൽ ഭയങ്കര തർക്കമായിരുന്നു. അതെ, കാരണം കേരളത്തിൽ റോഡ് വികസിപ്പിക്കാൻ കഴിയാത്തത് ഇവിടെ സ്ഥലമെടുക്കുന്നതിൽ പ്രതിസന്ധിയാണെന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയും നമ്മുടെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ പറഞ്ഞു ഒരു തരത്തിലും പ്രശ്നമില്ല. 2013 ഭൂമി ഏറ്റെടുക്കൽ കരാർ ചട്ടമനുസരിച്ച് കൊടുക്കുന്ന തുകയുടെ 2 ഇരട്ടി തുക കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാം എന്ന ധാരണ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി. അതിന് 25% തുക സംസ്ഥാന സർക്കാർ കൊടുക്കും. അങ്ങനെയാണ് 5519 കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൊടുത്തു. അങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിയൊക്കെ പൂർത്തിയാക്കി. ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കിയപ്പോഴാണ് ചില പ്രതിസന്ധികളുണ്ടായത്. ചില വീടുകൾ കുന്നുംപുറത്തായി, ചില വീടുകൾ കുഴിക്കകത്തായി, ചില സ്ഥാപനങ്ങൾ കുഴിക്കകത്തായി. അങ്ങനെ അതിപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും ഭയങ്കരമായിട്ട് സഹതാപം അവരോട് തോന്നാറുണ്ട്. കാര്യം കടകളിലേക്കൊന്നും ആക്സസിബിലിറ്റി ഇല്ല. റോഡിൽ നിന്ന് കടകളിലേക്ക് ഇറങ്ങാൻ യാതൊരു മാർഗ്ഗവുമില്ല. ഇനി വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ ഉയർത്തി കഴിഞ്ഞപ്പോഴേക്ക് ഈ വെള്ളം പോകുന്നതിനൊരു മാർഗ്ഗമില്ല. ഇതെല്ലാം ഈ വീടുകൾക്കുള്ളിലേക്ക് തന്നെ പോവാണ്. അവർക്ക് വീടിന് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ചില വീടിനുള്ളിൽ കാർ ഇട്ടിട്ട് പോയ ആൾക്കാർക്ക് കാർ എടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ പല ദുരവസ്ഥകളും ഉണ്ട്. കടകളെല്ലാം കുഴിക്കാതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കൊല്ലത്ത് ഒരു ആശുപത്രിക്ക് ചുറ്റും വെള്ളക്കെട്ടാണ്. അതെ, അതായത് ഈ ആതുരാലയമാണല്ലോ നമ്മുടെ ഈ കൊതുക് നിവാരണത്തിനെതിരെയും അല്ലെങ്കിൽ ഡങ്കി തുടങ്ങിയ പനിക്കെതിരെയൊക്കെ ഉള്ള ബോർഡൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആശുപത്രിക്ക് ചുറ്റും വെള്ളക്കെട്ടാണ്. കാരണം വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ്. ഏതായാലും റോഡ് നമുക്ക് വരണം. 8 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പോകണം. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരത്ത്, ഞാൻ കൃത്യസ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കാരോട് വരെയാണ് ഇത്. പക്ഷേ അവിടുന്ന് കഴക്കൂട്ടത്തുനിന്ന് കാരോട് വരെയുള്ള ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഈ മഹാരാഷ്ട്ര പനവേലിൽ നിന്ന് കാരോട് വരെയാണ് ഈ റോഡ് നാഷണൽ ഹൈവേ 66 പോകുന്നത്. ഏകദേശം 1622 കിലോമീറ്ററാണ് റോഡിൻ്റെ നീളം. എപ്പോഴും നമ്മൾ മന്ത്രിമാരൊക്കെ പറയും, നിങ്ങൾ കഴക്കൂട്ടത്ത് ചെന്ന് നിന്ന് അങ്ങോട്ട് തെക്കോട്ട് നോക്കൂ, കേരളത്തിന്റെ വികസനം ദുബായ് പോലെ നോക്കരുത്. അതെ, വടക്കോട്ട് നോക്കി കഴിഞ്ഞാൽ തീർന്നു. ഇങ്ങോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, പോയി ഇമേജ് മുഴുവൻ പോകും. അതുകൊണ്ട് ഈ യാത്രാ ദുരിതം എന്ന് പറയുന്നത് ശരിയാണ്. ഈ വികസനം വരുമ്പോൾ കുറേ അധികം സഹിക്കണമെന്നൊക്കെ. പക്ഷേ
ഇതൊന്നും ട്രാഫിക് പോലീസുകാരെയെങ്കിലും അവിടെയൊക്കെ നിയോഗിച്ചിട്ട് ഈ ബസ് കടന്നു പോകുന്ന വഴികൾ നിങ്ങൾ ഏത് വഴി കൂടെ പോകണം എന്നൊരു സിഗ്നൽ ബോർഡെങ്കിലും ഇവിടെ സ്ഥാപിക്കാൻ. മറ്റൊരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകാം. ഈ വഴി തിരിച്ചു വിടുമ്പോൾ ആ റോഡുകൾ വേണ്ട വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഇപ്പം ഒരു ഭാഗത്ത് പണി നടക്കുന്നു, ഇപ്പുറത്തെ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നമ്മൾ എങ്ങനെയെങ്കിലും തിരിഞ്ഞ് അതിലേക്ക് കയറുന്നു. രാവിലെ വരുമ്പോൾ ഉള്ള റോഡായിരിക്കത്തില്ല നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ. അപ്പോൾ ആ സ്ഥലം മാറ്റി വയ്ക്കും. നമുക്ക് ഞാൻ കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് ഞാൻ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നമ്മുടെ ഒരു ജീവനക്കാരൻ, ഒരു സെക്യൂരിറ്റി ജീവനക്കാരാണ് അദ്ദേഹം. റോഡിലൂടെ പോകുമ്പോൾ കാന എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് കുഴിച്ച് ഏകദേശം ഒരു 3-4 അടിയോളം ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുക. അദ്ദേഹം 2 വീലറിൽ പോകുന്നു. അവിടെ ഒരു വേഗ നിയന്ത്രണ സംവിധാനമില്ല. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ അവർക്ക് ആക്സസിബിലിറ്റി ഉള്ള എത്രയും ഭാഗം എടുക്കാവോ അത്രയും കവർന്നുകൊണ്ടാണ് വലിയ വാഹനങ്ങൾ വരുന്നത്. അതും അതിവേഗതയിൽ വരുന്നു. ഇദ്ദേഹമാണ് ഇച്ചിരി പ്രായമുള്ള ഒരു 60 മേലെ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നു. ആ സമയത്ത് ഒരു വാഹനം ചീറിപ്പാഞ്ഞൊരു ലോറി കയറി വരുന്നു. എങ്ങോട്ട് തിരിക്കണമെന്നറിയില്ല. പുള്ളി പെട്ടെന്ന് അങ്ങ് ആകെ ഡിസ്റ്റർബ്ഡായി. പുള്ളി വണ്ടി സൈഡിലേക്ക് ഒതുക്കി. ഇടതുകാലാണല്ലോ നമ്മൾ കുത്തുന്നത്, ഇടതുകാല് കുത്തിയ കുഴിക്കകത്തായിരുന്നു. അദ്ദേഹം ആ കുഴിക്കുള്ളിലേക്ക് വീണു. വണ്ടിയും ഈ പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനും കുഴിക്കുള്ളിൽ വീഴുകയും ചെയ്തു. അപകടം പറ്റി. പുള്ളിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി. ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത്. ഇതൊക്കെയാണ് അശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ. അവിടെ വേഗ നിയന്ത്രണത്തിനുള്ള യാതൊരു സംവിധാനവും ഇല്ല. സിഗ്നലുകൾ ഇപ്പോൾ പകൽ യാത്രക്കാരനാണെങ്കിൽ അറിയാം കുഴിയുണ്ടെന്ന്. മഴക്കാലത്താണെങ്കിൽ ഈ കുഴി പകലിലും തിരിച്ചറിയപ്പെടില്ല. അതെ, വെള്ളക്കെട്ടായിരിക്കും. ഒന്ന് ട്രാഫിക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണം. ട്രാഫിക് വാർഡന്മാർ, അതായത് കോൺട്രാക്ട് ബേസിൽ നിരവധി ആളുകൾ എടുത്തിട്ടുണ്ട്. അവരെയൊക്കെ ഈ സിഗ്നൽ തിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ നിയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം. മോട്ടോർ വാഹന വകുപ്പ് ഇത് കൃത്യമായി ഇത് പാലിക്കണം. അല്ല ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. റോഡ് നിങ്ങൾ വികസിപ്പിക്കണം. വികസനം അത്യാവശ്യം തന്നെയാണ്, അത്യന്താപേക്ഷിതമാണ് വികസനം. അതിനാരും എതിര് നിൽക്കുന്നില്ല. പക്ഷേ തോന്നിയ പാട് വാഹനങ്ങൾ തിരിച്ചുവിടുക, എങ്ങനെയെങ്കിലും പോകട്ടെ. ഈ കേമമലിന്റെ മുന്നേ പാതാള കിടങ്ങുകളാണ്, കുഴികളാണ്, പാതാള കുഴികളാണ് കൊല്ലത്ത്. ഈ കൊല്ലത്തെ കാര്യം മാത്രമല്ല, എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടാകണം. കൊച്ചിയിലാണെങ്കിലോ പറയാൻ വേണ്ട അവസ്ഥ. കൊച്ചിയിൽ ഇപ്പം തീരെ നിർവാഹമില്ലാത്തൊരവസ്ഥയാണ്. മണിക്കൂറുകൾ കാത്തു കെട്ടി കിടക്കുക. പ്രൈവറ്റ് ബസ്സുകാർ പലപ്പോഴും അരീക്കുറ്റി വരെ വന്ന് അവരുടെ സർവീസ് നടത്തി തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. അവർക്ക് അങ്ങോട്ടേക്ക് കൂട്ടിമുട്ടാൻ പറ്റുന്നില്ല. മണിക്കൂറുകളുള്ള ഒരു പ്രൈവറ്റ് ബസ്സിൽ ഗതാഗത കുരുക്കിലാപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന ഭീമമായ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കുക. ഈ നഷ്ടം മാത്രമല്ല, ഈ സ്കൂള്, കോളേജ്, അതുപോലെ ജോലിക്ക് പോകുന്ന, സ്വകാര്യ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ, ഈ പ്രത്യേകിച്ച് ഈ സ്ഥാപനങ്ങളിൽ, കടകളിലൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ, അവരൊക്കെ കൃത്യസമയത്ത് പോയില്ലെങ്കിൽ അവരുടെയൊക്കെ ശമ്പളം കട്ട് ചെയ്യും. എന്നിട്ട് ഈ മുതലാളിമാരുടെ വായിലിരിക്കുന്ന തെറി മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പോൾ ഗതാഗത നിയന്ത്രണത്തിന് സംവിധാനം ഉണ്ടാകണം. സംവിധാനം എങ്ങനെ? കൃത്യമായ ട്രാഫിക് ഉദ്യോഗസ്ഥരെ ഈ സ്ഥലങ്ങളിൽ നിയമിച്ചിട്ട് റോഡ് ഇങ്ങനെയാണ്. എന്നിട്ട് സിഗ്നൽ ബോർഡുകൾ വെക്കണം. ഇവിടെ ഒരു പാതാളക്കിടം കൊണ്ട് നിങ്ങളിവിടെ ബ്രേക്ക് ചെയ്ത് പതിയെ പോകണം, നിങ്ങൾ വലത്തേക്ക് തിരിയണം, വലതുവശം വഴിയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇടതുവശം വഴിയാണ് പോകേണ്ടത് എന്ന് വെക്കണം. കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഏതൊരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇതുവഴി കടന്നുപോയി, കൊല്ലം ഭാഗം വഴി, എറണാകുളത്ത് നിന്ന് കൊല്ലം ഭാഗം. അയാൾക്ക് മുക്കിന് സ്വീകരണമാണ്. പൂച്ചെണ്ടും വെച്ച് ആളുകൾ നിൽക്കുവാണ് ഇയാളെ സ്വീകരിക്കാൻ. ഞാൻ കരുതിയാണ് ഇയാളെ മൈക്ക് വെച്ച് ചോദിക്കണമെന്ന് കരുതിയാണ്. ഇതാണ് നിങ്ങൾ വികസിപ്പിച്ച് വെക്കുന്നതെന്ന് ചോദിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നില്ല, മൈക്കും ക്യാമറയൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ തടഞ്ഞു നിർത്തി ചോദിച്ചേനെ. ആലോചിച്ച് നോക്കുക, നമുക്ക് വികസനം ആവശ്യമാണ്. ഈ പറയുന്ന ഇത്രയും കിലോമീറ്റർ ദൂരം കൃത്യമായി പോകണം. ദേശീയപാത 66 നല്ല വേഗത്തിൽ പോകണം. പ്രത്യേകിച്ച് വിഴിഞ്ഞം ഹാർബറൊക്കെ വന്നു. നമുക്ക് എന്താണ് കണ്ടെയ്നർ ഒക്കെ കടന്നു പോകേണ്ട ഒരു വഴി കൂടിയാണ്. അതുപോലെ തീരദേശപാതയും സമാന്തരമായി വരുന്നുണ്ട്. നമുക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ദേശീയപാതയാണ് നമുക്ക് എന്താണ് എല്ലാ ജില്ലകളിലും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പാത ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് വേണം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കൊക്കെ ചെയ്യണം. അല്ലാതെ എന്താണ് ഈ നാട്ടുകാർ പറയുന്നത് പോലെ നേരത്തെ കേട്ടല്ലോ, ഇനിയും കേൾക്കാൻ കുറച്ച് ആളുകൾ കൂടി പറയാനുണ്ട്. റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത് കണ്ടില്ലേ, നിങ്ങളിത് ഈ കാണുന്നില്ലേ, ഇങ്ങനെ വണ്ടി വീണ് ആൾക്കാർ മറിഞ്ഞു വീണിരിക്കുക. ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കൂടുതൽ ഈ കുഴിക്കകത്ത് വീണ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കുഴിയാണ് കൂടുതലും. കുഴിക്കകത്താണ് കൂടുതലും വീണ ആൾക്കാർ. 2-3 ആക്സിഡൻ്റ് ഉണ്ടായി, ഇത്തിരി മറിഞ്ഞു വീണിട്ടുണ്ട്. പിന്നെ വണ്ടി തമ്മിൽ കൂട്ടി ഇടിച്ചിട്ടുണ്ട്. ഈ കുഴിക്കകത്ത് വീണതിന് ശേഷമാണ് കൂടുതലും ആക്സിഡൻ്റ് ഉണ്ടാകാൻ കാരണം. അല്ലാതെ നേരെ റോഡ് കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഈ റോഡ് ഇങ്ങനെ കുഴി കിടക്കുമ്പോൾ ഓരോരുത്തർ വലത്തെ സൈഡിൽ കൂടെ കയറിപ്പോവും. അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ കുഴിക്കകത്ത് വീണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഇടയ്ക്ക് അങ്ങോട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ചറക്കി വീഴുന്നുണ്ട്. എല്ലാം മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നുണ്ട്. അത്
പാച്ച് വർക്കും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ മഴ പെയ്യുമ്പോൾ അങ്ങ് പോവും. ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കടന്നോളും. ഇത് 2-3 വട്ടമായിട്ട് കുഴികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി. നമ്മുടെ ഈ ഇതില്ലേ, കോട വരത്തില്ലേ, കോട വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ വന്ന് നോക്കണം, ഭയങ്കര കോട. ഇവിടെ ഉള്ളവർക്കെല്ലാം ഇതിൻ്റെ പൊടി അടിച്ചേ ഓരോരോ അസുഖങ്ങളുണ്ടാവും. ഇപ്പം തന്നെ ഞാൻ അപ്പുറത്തെ കടയിലൊരു നിൽക്കുന്ന ആളാണ്. എനിക്കെന്ന് പറഞ്ഞാൽ ദിവസം ഇപ്പം ചുമയാണ് ഇതിൻ്റെ പൊടിയുടെ ഇത് എന്ന്. പൊടിയുടെ ശല്യമാണ് മെയിനായിട്ട്. ഇവിടെ ആർക്കും നിൽക്കാനും വയ്യ, ഒരു ആൾക്കാർക്കൊന്നും പോകാനും വയ്യ, ആ അവസ്ഥയാണ്. മൊത്തം പൊടി എന്ന് പറഞ്ഞാൽ മിറ്റിൽ പൊടി കൊണ്ടിടുക അവർ കട്ടർ നികത്താൻ വേണ്ടി. ടാർ ചെയ്യാൻ അവരുടെ അടുത്ത് 2 വട്ടം പറഞ്ഞതാണ്. അവർ പറഞ്ഞു അവരെ കൊണ്ട് ടാർ ചെയ്യാൻ പറ്റത്തില്ല, കുഴി നികത്താനേ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു നിവൃത്തിയില്ല, പൊടി കൊണ്ട് ഇവിടെ അങ്ങ് ഇരിക്കാനും പോലും. ഞാൻ 3-4 ദിവസം ഞാൻ കടയടച്ച് വീട്ടിൽ പോയിരുന്നു, പനിയടിച്ച്. അതുപോലെ ഒത്തിരി പേര് അതുകൊണ്ട് ഇരിക്കുന്ന KTDC-ക്കാരും എല്ലാവരും അവിടെ വന്ന് മറിഞ്ഞു വീഴുമല്ലയോ, വന്നില്ല ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല, പൊടിയല്ലയോ, പൊടിക്കകത്ത് മറിഞ്ഞങ്ങ് വീഴും. ഞങ്ങളാ പോയി പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ആരോട് പറയാനാ? പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഗത്ത് കുറ്റം വരും പറയുമ്പോൾ. ഇതാണ് നാട്ടുകാർക്ക് പ്രധാനമായും പറയാനുള്ളത്. നമ്മൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡുകളിൽ സാധാരണഗതിയിൽ വഴി തിരിച്ചു വിടുന്നതിൻ്റെ ഭാഗമായി മറ്റൊരു താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവർ ചെയ്യാറുണ്ട്. ഈ റോഡുകൾ ഒരിക്കലും വൃത്തിയായി അവർ സൂക്ഷിക്കത്തില്ല. യാത്രക്കാരുടെ വാഹനത്തിനോ അല്ലെങ്കിൽ ആ ജീവനോ യാതൊരു ഉത്തരവാദിത്വം അവർക്കില്ല. എന്തെങ്കിലും വാരിക്കോരി ഇട്ടിട്ട് അവിടെ നിറച്ചെങ്കിലും ഒരു പാതയുണ്ടാക്കും, താൽക്കാലികമായ ഒരു പാത. നമ്മൾ അതിലൂടെ കടന്നു പോവുക. ഇപ്പം പലപ്പോഴും ഏകദേശം 1 കിലോമീറ്റർ പോലും കടക്കുന്നതിന് നമ്മൾ ഒരുപാട് സമയം, ഏകദേശം അരമണിക്കൂറോളം ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ആകുന്നു. ചിലപ്പോൾ മെറ്റൽ മാത്രമായിരിക്കും, മെറ്റൽ മാത്രം നിരത്തുന്നു. ഈ മഴയും കൂടെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ചെറിയ ചെറിയ വൃത്തങ്ങൾ പോലെ ഇങ്ങനെ കിടക്കും, ചെറിയ ചെറിയ കുഴികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ കുഴികളെല്ലാം ചാടി തുള്ളി 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 വേണം നമ്മൾ ഈ 1 കിലോമീറ്റർ ആയാലും 1.5 കിലോമീറ്റർ ആയാലും നമുക്ക് യാത്ര ചെയ്ത് പോകേണ്ടത്. ഈ രീതിയിലുള്ള നിർമ്മാണ രീതികൾ ഇത് തീർത്തും അശാസ്ത്രീയമായ ഒരു നിർമ്മാണ ശൈലിയാണിത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടമില്ല. കാരണം അവരുടെ ഓട്ടോറിക്ഷയിൽ ആൾ കയറില്ല. കാരണം കയറിക്കഴിഞ്ഞാൽ ഈ ദുരിതയാത്രയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക. അവർക്ക് മറ്റേ എന്താണ് വിമാനത്തിൽ പോകുന്ന യാത്രാസുഖമൊന്നും ഓട്ടോറിക്ഷയിൽ പോയി കഴിഞ്ഞാൽ യാത്രക്കാർക്ക് കിട്ടില്ലല്ലോ. ഈ കുണ്ടും കുഴിയുടെ പോണ്ടേ, പിന്നെ വണ്ടി സർവീസ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വർക്ക്ഷോപ്പിൽ ഇടേണ്ടി വരും. അങ്ങനെ ഓട്ടോക്കാരുടെ ദുരിതങ്ങൾ ധാരാളമുണ്ട്. അതെ. പിന്നെ ഈ ടൂ വീലറും ഇതുപോലെ തന്നെ നിരന്തര യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡ് വഴി പോയി കഴിഞ്ഞാൽ ആള് പഞ്ചറാവുന്ന കാര്യം വേറെ, വണ്ടിയും പഞ്ചറാവുമല്ലോ. വണ്ടി ടയർ മാത്രമല്ല, വണ്ടി ഫുള്ള് സർവീസ് ചെയ്യേണ്ടി വരും. KSRTC ബസ്, ഇപ്പോൾ സ്വിഫ്റ്റ് ബസ്സൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിഭീകരമാണ്. മറ്റേ റൺവേയിൽ കൂടെ പോകുന്നത് പോലെയാണ് പോകുന്നത്. ഈ റോഡിലാണ് ഇതൊക്കെ അസാധ്യമാണ്. ഇവരുടെയൊക്കെ ഡ്രൈവിംഗ് കാണണം. എന്നിട്ട് പരാതി ഈ ഡ്രൈവറുടെ ഈ ഡ്രൈവർ വളരെ മോശമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ പരാതി അറിയിക്കാതെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഡ്രൈവർ വണ്ടി ഓടിക്കണ കാണണം. അതെ. പിന്നെ പരാതി ബോധിപ്പിക്കാൻ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. പ്രാണനും കൈ പിടിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പുറകിൽ വലിയ കാര്യമായിട്ട് എഴുതി വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യും. വീഡിയോ എടുക്കാൻ പുറകെ വരുന്ന KSRTC ആയിരിക്കും ഇടിച്ചിട്ട് പോകുന്നത്. ഇത് വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ എടുത്ത് കൈ വെക്കണമല്ലോ. ഇതിന് പോലും നമ്മുടെ റോഡിലുള്ള സാഹചര്യം ഇല്ല. അതിന് പോലും നമുക്ക് കഴിയില്ല. കാര്യം നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ വണ്ടിയുടെ അടുത്ത ഗട്ടറിലേക്ക് വീണ് കഴിയും. പിന്നെ നമുക്ക് ക്ലച്ച് കൊടുക്കണം, ഗിയർ ചേഞ്ച് ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയ കലാപരിപാടികൾ നമ്മുടെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രിക്കോഷൻസ് ഒന്നും പ്രാവർത്തികമാക്കാൻ ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. റോഡ് വികസനം നമുക്ക് ആവശ്യമാണ്. ഇത് ഒന്ന് അശാസ്ത്രീയമായ നിർമ്മാണ രീതി, കനാലുകളും കലുങ്കുകളും ഒക്കെ നിങ്ങൾ കെട്ടിയടച്ചത് വളരെ ബോറാണ്. അതൊക്കെ തുറന്ന് വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. 2, നിങ്ങൾ റോഡ് തിരിച്ചു വിടുകയാണെങ്കിൽ, ഗതാഗതം തിരിച്ചു വിടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ സിഗ്നൽ ബോർഡ്, സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. അവിടെ ഒരു ട്രാഫിക് വാർഡനെ നിയോഗിക്കുക. അത് വലിയ കാര്യമൊന്നുമല്ല. രാത്രിയിലാണെങ്കിൽ ഈ റിഫ്ലക്ടർ ബോർഡുകൾ മസ്റ്റാണ്. ഇതൊക്കെ വേണം. പിന്നെ കമ്പി ഇതൊക്കെ റോഡിലോട്ട് തിരിച്ചു വെച്ചേക്കുകയാണ്. പള്ളയിൽ പുത്ത് കയറി കഴിഞ്ഞാൽ ചാകുന്നത് സാധാരണക്കാരനാണ്. മന്ത്രിയുടെ കുടുംബാംഗങ്ങളൊന്നും അല്ല ചാകുന്നത് സാധാരണക്കാരനും നഷ്ടപ്പെടുന്നത് അവൻ്റെ കുടുംബത്തിനുമാണ്. റോഡിൽ കൂടെ നടന്നു പോകുന്നവനും 2 വീലറിൽ പോകുന്നവനും ഒക്കെയാണ് കമ്പി പള്ളയെ കുത്തി കയറി ചത്തുപോകുന്നത്. അത് മനസ്സിലാക്കണം. പിന്നെ ഈ റോഡ് ഇപ്പം നമ്മൾ പറയുന്നത് വികസന വിരോധികളാണ്, യുവമാർ 2 പേര് കയറി ഇരുന്നത് റോഡ് വേണ്ടെന്ന് പറയും. ഒരിക്കലുമല്ല, റോഡ് വേണം. ഈ പറയുന്ന നാട്ടുകാരുൾപ്പെടെ ആളുകൾ പറയുന്നത് റോഡ് വേണം തന്നെ. കാരണം റോഡുണ്ടെങ്കിലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. 8 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എത്തുക എന്ന് പറഞ്ഞാൽ കനപ്പെട്ട കാര്യമല്ലേ? അത് കനപ്പെട്ട കാര്യം, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ റോഡ് വേണം. പക്ഷേ റോഡ് നിർമ്മാണത്തിൻ്റെ പേരിൽ ഇങ്ങനെ കുതിര കയറുന്ന പരിപാടി, കുതിര കയറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഉപദ്രവിക്കൽ, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമല്ല, ഈ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന പരിപാടി,
അങ്ങ് നിർത്തി തരണം. അതല്ല, ഇനിയിപ്പോൾ അടിപ്പാതകൾ പല ഭാഗങ്ങളിലും ഉണ്ട്. ഈ റോഡുകളിൽ സിഗ്നലുകളില്ല എന്നുള്ളതാണ്. ഏകദേശം 600-ലധികം കിലോമീറ്റർ ദൂരത്തോളം സിഗ്നലുകളില്ല. അതാണ് ഈ ഹൈവേയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അതിനുവേണ്ടി അടിപ്പാതകൾ, പാലങ്ങൾ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടിപ്പാതകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിപ്പാതകളിലൂടെ ഇപ്പം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഈ അപ്രോച്ച് റോഡിൽ നിന്ന് അടുത്ത റോഡിലേക്ക് നമുക്ക് ക്രോസ് ചെയ്ത് കയറാൻ പറ്റില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ മുഴുവൻ വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരത്ത് ലുലു മോളിൻ്റെ ഭാഗത്ത് ഒരു ഹൈവേ ഉണ്ട്, അതായത് മുകളിലൂടെ പോകുന്നൊരു പാത. അവിടെ നിരന്തര അപകടമാണ്. ഒരു സ്ത്രീ സ്കൂട്ടറിൽ നിന്ന് കഴിഞ്ഞ ദിവസം വീണ് മരിച്ചിരുന്നു. അതിന് ഇപ്പോൾ ആനേറ ഭാഗത്ത്. രണ്ടാമത്തത് ഇപ്പോൾ ഇതാ ഒരു ലോറി മുകളിൽ നിന്ന് തലകുത്തനെ വീണു വെൺപാലവട്ടത്ത്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അവിടെയും ഈ സൈൻ ബോർഡുകളുടെ അഭാവം ഭീകരമാണ്. ഇതൊക്കെ ശ്രദ്ധ വേണം. നാഷണൽ ഹൈവേ അതോറിറ്റി എന്തെങ്കിലും കെട്ടിത്തന്നിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ലല്ലോ. ഇതിനൊക്കെ ഒരു മേൽനോട്ടം സംസ്ഥാന സർക്കാരിനും നമ്മുടെ ഇവിടുത്തെ ഗതാഗത വകുപ്പിനും ഒക്കെ വേണം, അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനും ഒക്കെ വേണം. ഒരു മേൽനോട്ടമൊക്കെ വേണം. നമ്മൾ ഇപ്പോഴും പറയാണ്, ഞങ്ങൾ വികസന വിരോധികളോ ഈ പറഞ്ഞ നാട്ടുകാർ വികസന വിരോധികളോ അല്ല. വികസനം വേണം, പക്ഷേ ഒരു വികസനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടും പിന്നെ ഈ ദ്രോഹവും ഉപേക്ഷിച്ച് വേണം വികസനം നടത്താൻ എന്നൊരു സന്ദേശം മാത്രമേ ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുള്ളൂ.